എന്ന് വെച്ചാ ഈ ശരിക്കുള്ള ശിവാനി അല്ല, ശിവാനിയുടെ രൂപത്തിലുള്ള മറ്റാരോ. ശിവാനിയുടെ രൂപത്തിലുള്ള മറ്റാരോ എന്ന് പറഞ്ഞ? ഞാൻ ഇനി പറയുന്നത് കേട്ട് നീ ചിരിക്കരുത്. ഇല്ല, പറ. ഏതോ സർപ്പം നിന്റെ രൂപത്തിൽ വന്നതാ. എന്നെ കിഡ്നാപ്പ് ചെയ്തുകൊണ്ട് പോയതാ. അതറിഞ്ഞ് ഞാൻ അവിടെ നിന്ന് എങ്ങനെയെങ്കിലും രക്ഷപ്പെടാൻ വേണ്ടി നോക്കിയപ്പോ എന്നെ കൊല്ലാൻ പോലും ശ്രമിച്ചു എന്നുള്ളതാ. ഏതോ ഒരു നാഗം എന്റെ രൂപത്തിൽ വന്നെന്നു. അപ്പോ ഏതോ ഒരു ഇച്ഛാധാരി നാഗം ഇവിടെ എത്തിയിട്ടുണ്ട്. ആരായിരിക്കും അത്? നിനക്കെന്റെ ശക്തിയെക്കുറിച്ച് അറിയില്ലേ? അവിടെ വെച്ച് അതുമായി പോരാടി ജയിച്ചിട്ടാണ് ഞാൻ അവിടെ വിട്ട് വന്നത്. പിന്നീട് അവിടുന്ന് കല്യാണത്തിന്റെ റിസോർട്ടിലേക്ക് വന്നു. നീ ഓടി വന്ന് എന്നെ ഹഗ് ചെയ്തു. ബാക്കിയൊക്കെ നിനക്ക് അറിയാവുന്നതല്ലേ? തൃശൂൽ, എന്റെ രൂപത്തിലുണ്ടായിരുന്നത് ആരാണെന്ന് നീ കണ്ടായിരുന്നോ? അത് അറിയില്ല. എന്താ അങ്ങനെ ചോദിച്ചേ? എന്റെ രൂപത്തിൽ മറ്റാരോ വന്നു നീ പറഞ്ഞില്ലേ? അതാരാണെന്ന് അറിയാനുള്ളൊരു ആഗ്രഹത്തിൽ ചോദിച്ചതാ. അത് വിട് ശിവാനി. എനിക്ക് അതാലോചിച്ച് ഒരു ടെൻഷൻ ഉണ്ടായിട്ടില്ല. ഒറിജിനൽ ശിവാനി എന്റെ മുന്നിൽ ഇങ്ങനെ ഉള്ളപ്പോ ഡ്യൂപ്ലിക്കേറ്റ് ശിവാനിയെ കണ്ട് ഞാൻ പേടിക്കേണ്ട ആവശ്യമില്ലല്ലോ. ശരിയല്ലേ? എന്റെ രൂപത്തിൽ വന്നത് ആരാണ്? പക്ഷി, നിനക്കാദിശേഷനും നാഗറാണിയും മാത്രമല്ല ശത്രുക്കൾ, ഈ ഗരുഡ പക്ഷികളും ശത്രുക്കളാണ്. നീ എതിർത്ത് തോൽപ്പിക്കേണ്ടത് നാഗലോകത്തിലുള്ളവരെ മാത്രമല്ല, ഗരുഡ ലോകത്തുള്ളവരെയും കൂടിയാണ്. ആരാ നീ? എന്തിനാ ഇങ്ങോട്ട് വന്നത്? ഈ ഗരുഡൻ എന്തിനാണ് ഇങ്ങോട്ട് വന്നതെന്ന് എനിക്കറിയില്ല. ഇതിനെ ഒരു കാരണവശാലും വെറുതെ വിടരുത്. അതെ, ഗോവിന്ദ, നന്ദീശ. ഇപ്പോൾ ഈ സമയത്ത് തന്നെ ഇങ്ങോട്ട് വന്നല്ലോ. ഇതെന്താ അളിയാ, ഗരുഡൻ വീട്ടിലേക്ക് വന്നിരിക്കുന്നേ? എന്താ ഇത്? ഇതെങ്ങനെയാ അകത്തേക്ക് വന്നത്? എനിക്കറിയില്ല. നീ വെറുതെ ടെൻഷൻ അടിക്കണ്ട. നന്ദീശ, എനിക്കൊന്ന് പുറത്തു പോകണം. നീ വണ്ടി എടുക്ക്. ശരി മുതലാളി. തൃശൂൽ, എന്റെ രൂപത്തില് വേറെ ആരോ വന്നിരുന്നത് നീ ഇത്രയും ദിവസം എന്താ എന്നോട് പറയാതിരുന്നത്? ഞാനും പറയണമെന്ന് വിചാരിച്ചു ശിവാനി. ഞാനവിടെ വന്ന സമയത്ത് നീ വിവാഹത്തിന്റെ സന്തോഷത്തിലായിരുന്നു. നീ എന്റെ അടുത്ത് നകന്ന് എനിക്ക് കിട്ടാതെ പോകുന്നുള്ള ടെൻഷനിലായിരുന്നു ഞാൻ. ആ ഒരു ഗ്യാപ്പില് ഇതൊക്കെ പറയാൻ ഞാൻ വിട്ടുപോയി. എന്റെ രൂപത്തില് മറ്റാരോ വന്ന് ഇവനെ കൂട്ടിക്കൊണ്ടുപോയിന്ന് പറഞ്ഞ അവർക്ക് തീർച്ചയായും എന്റെ മേലെ എന്തോ ദേഷ്യം ഉണ്ടായിരിക്കും. എനിക്ക് ചീത്തപ്പേരുണ്ടാക്കാൻ വേണ്ടി തന്നെയാണ് ഇങ്ങനെയൊക്കെ ചെയ്തിരിക്കുന്നത്. ആരായിരിക്കും അത്? ശിവാനി, ശിവാനി, അതാരാണെന്ന് ആലോചിച്ചോണ്ടിരിക്കുകയാണോ? വിട്ടുകള ശിവാനി. ഞാൻ അവിടെ നിന്ന് രക്ഷപ്പെട്ട് വന്നിരിക്കല്ലേ. ഇപ്പൊ ദേ നിന്റെ കൂടെയുണ്ട്. കഴിഞ്ഞതൊക്കെ വിധിയാണെന്ന് കരുതി അത് മറന്നു കളഞ്ഞേക്ക്. ശിവാനി, ഒരു കാര്യം ചോദിച്ചോട്ടെ? നീ നീ ഇതുപോലെ എന്നും എന്റെ കൂടെ തന്നെ ഉണ്ടാവില്ലേ? എന്തേ, എന്നെ സംശയാണോ? സംശയമൊന്നുമല്ല. നീ എന്റെ കൂടെ
സന്തോഷത്തോടെ ഇരിക്കുന്നത് ഞാൻ പ്രേമമാണെന്ന് വിചാരിച്ച് വീണ്ടും നിന്റെ കൂടെ അടുക്കാൻ പോയില്ലേ? അതിപ്പോ ഡൈവോഴ്സ് വരെ എത്തുകയും ചെയ്തു. പെട്ടെന്ന് ഇപ്പൊ ഇങ്ങനെ നീ എന്റെ കൂടെ ഇരിക്കാന്ന് പറയുമ്പോ ചില ആൾക്കാരോട് സത്യം പറഞ്ഞാലും വിശ്വസിക്കില്ല. നീ എന്ത് വേണേലും വിചാരിച്ചോ. ഐ ലവ് യു ശിവാനി. ഗുഡ് നൈറ്റ്. ശിവാനി, നിനക്ക് എന്റെ അടുത്ത് എന്തൊക്കെയോ പറയാൻ ബാക്കിയില്ലേ? അയ്യോ, അത് ഞാനങ്ങ് മറന്നുപോയി. ആ, പറ പറ പറ. സ്വീറ്റ് ഡ്രീംസ്. തൃശൂൽ, കിടന്നുറങ്ങാൻ നോക്ക്. അത് പിന്നെ എന്താ ശിവാനി, സ്വീറ്റ് ഡ്രീംസ് നീ തന്നെ പറയുന്നു, അതുപോലെ ഉറങ്ങാനും നീ തന്നെ പറയുന്നു. ഇതിലിപ്പോ ഞാൻ എന്താ ചെയ്യണ്ടേ? ഉറങ്ങിയാ മാത്രമല്ലേ സ്വപ്നം കാണാൻ പറ്റൂ. അത് മറ്റുള്ള ആൾക്കാർക്ക്. എനിക്ക് നീ തന്നെയാണ് സ്വപ്നം. നീ അടുത്ത് ഇങ്ങനെ കിടക്കുമ്പോ ഞാൻ കാണുന്ന സ്വപ്നത്തിലേക്ക് നിനക്ക് എങ്ങനെ വരാൻ പറ്റും? ഇങ്ങനെയുള്ള സംസാരത്തിനൊന്നും ഒരു കുറവുമില്ല. എന്നെ നന്നായിട്ട് അറിയില്ലേ, ഞാൻ അണ്ടർവേൾഡ് ഡോണാ. ഒന്നുമല്ല നീ, ശിവാനിയുടെ ഭർത്താവ് മാത്രമാണ്. മിണ്ടാതെ കിടക്കുന്നുണ്ടോ നീ? ശരി ശരി, ആയിക്കോട്ടെ. തൃശൂൽ, കണ്ണടയ്ക്കാൻ. ശിവാനി, ബാബ, വീട്ടിലൊരു അപശകനം സംഭവിച്ചിരിക്കുന്നു. അന്ന് ബാബയെ കാണിച്ചെന്ന ആ ഗരുഡ പക്ഷിയില്ലേ, അതിപ്പോ വീട്ടിലേക്ക് വന്നിരിക്കുന്നു. ജയ് മഹാകാളി. എന്താ നിങ്ങൾ ഈ പറയുന്നത്? നിങ്ങളുടെ വീട്ടിൽ ഗരുഡപ്പക്ഷി പ്രവേശിച്ചിരിക്കുന്നു എന്നോ? അതെ ബാബ, എന്റെ ശക്തി ഉപയോഗിച്ച് അതിനെ നശിപ്പിക്കാൻ ഞാൻ ശ്രമിച്ചതാണ്. പക്ഷെ അത് രക്ഷപ്പെട്ടു. അപ്പോൾ നിന്റെ സാമ്രാജ്യത്തിലേക്ക് ഒരു ശക്തി കൂടി പ്രവേശിച്ചിരിക്കുകയാണ്. എന്താണ് ഈ പറയുന്നത് ബാബ? ഞാൻ നിന്നോട് അന്ന് പറഞ്ഞിരുന്നു, മറന്നുപോയോ? ഇത് നീയും ഇച്ഛാധാരി നാഗങ്ങളും തമ്മിലുള്ള യുദ്ധമല്ല, ഇത് 3 ലോകത്തിന്റെ യുദ്ധമാണ്. ഗരുഡലോകം, നാഗലോകം, പിന്നെ ഭൂമി. ഇപ്പോൾ പരീക്ഷണങ്ങൾ നേരിടേണ്ട സമയമാണ്. അല്ല, ഞാൻ നാഗറാണിയെയും ആദിശേഷനെയും വിട്ട് ഗരുഡലോകത്തുള്ളവരെ എതിർക്കണമെന്നാണോ? മറ്റൊരു വഴിയില്ല. എല്ലാം സ്വന്തമാക്കണമെങ്കിൽ ശത്രുക്കളെ നേരിടുക തന്നെ വേണം. അല്ലേ ദിഗ്വിജയ? നിന്റെ ഭാഗ്യം വളരെ വലുതാണ്. ധ്രുവധാരയുടെ ആശീർവാദം നിന്റെ മേലുണ്ട്. ധ്രുവധാര? എനിക്ക് മനസ്സിലായില്ല. അതാ അവിടേക്ക് നോക്ക്. സൂര്യപ്രകാശത്തിന്റെ നടുവിൽ തിളങ്ങുന്ന ആ ബിന്ദുവാണ് ധ്രുവധാര. ആ ബിന്ദു പൂർവത്തിൽ നിന്ന് പശ്ചിമത്തിലേക്ക് സഞ്ചരിച്ചാൽ അത് നിനക്ക് നല്ലത് സംഭവിക്കാൻ വേണ്ടിയാണ്. ഇതുകൊണ്ട് എനിക്കെന്താണ് ലാഭം? ആദിശേഷന്റെയും അവന്റെ പ്രിയതമയുടെയും കൂടെ ഗരുഡ ലോകത്തു നിന്നും വന്നിട്ടുള്ള 5 പേരും നിന്റെ മുന്നിലെത്തുന്നതാണ്. ബാബ, എല്ലാവരും ഒരുമിച്ച് വരികയാണെങ്കിൽ നേരിടാൻ ബുദ്ധിമുട്ടായിരിക്കും. ആദ്യം ആ നാഗറാണിയുടെയും ആദിശേഷന്റെയും കഥ അവസാനിപ്പിക്കണം. എന്നിട്ട് മതി മറ്റുള്ളവരെ. ദിഗ്വിജയ, ഇത് നിനക്ക് ലഭിച്ചിരിക്കുന്ന സുവർണാവസരമാണ്. ശത്രുക്കൾക്ക് നിന്നെപ്പറ്റി മനസ്സിലാകുന്നതിന് മുൻപ് അവരെ പറ്റി നീ മനസ്സിലാക്കി. എങ്ങനെ? നിന്റെ ശത്രുക്കളെയെല്ലാം ഒരുമിച്ച് ചേർക്കുന്ന കാര്യം ഞാൻ ചെയ്തു കൊള്ളാം. നീ അവിടേക്ക് പോയി അവരുടെ എല്ലാവരുടെയും കഥ കഴിക്കൂ. അങ്ങനെയാണെങ്കിൽ എല്ലാവരെയും കൊണ്ടുവരൂ ബാബ. എല്ലാവരെയും വേട്ടയാടാൻ ഞാൻ കാത്തിരിക്കുകയാണ്. അതിനൊക്കെ മുൻപ് നിന്റെ വീട്ടിലേക്ക് പ്രവേശിച്ചിരിക്കുന്ന ഗരുഡ പക്ഷിയുടെ അശുദ്ധിയെല്ലാം കഴുകിക്കളയൂ. ആയിക്കോട്ടെ ബാബ. നന്ദീശ, ആ ഫോണിങ്ങനെ.
ഇതെന്താ നീ ഇങ്ങനെ നോക്കുന്നേ? രാത്രിയിൽ ഞാൻ കണ്ട ചന്ദ്രൻ രാവിലെ സാരി എടുത്ത് വന്നതുപോലെയുണ്ട്. ആ, നിന്റെ ചിരി എന്നെ കൊല്ലുവാണല്ലോ. പ്ലീസ് ശിവാനി, നീ ഇങ്ങനെ ചിരിക്കില്ലേ? വീണ്ടും വീണ്ടും മരിക്കാൻ എന്നെ കൊണ്ട് വയ്യാത്തോണ്ടാ. എന്റെ ജീവിതത്തിന് ഒരു ഇൻഷുറൻസ് എടുക്കേണ്ടി വരുമല്ലോ. അതെന്തിനാ? നിന്നെ കണ്ടുകൊണ്ടിരുന്നാലേ എന്റെ ഹൃദയമിടിപ്പിന്റെ വേഗത കൂടും. ഹലോ, പറയട്ടാ. ഓ, വണ്ടി റെഡിയായോ? ശരി, ഞങ്ങൾ ഇപ്പൊ തന്നെ വന്നേക്കാം. ഓക്കെ, വണ്ടി റെഡിയാക്കി വെച്ചിട്ടുണ്ടെന്ന്. എന്നാ പിന്നെ നമുക്ക് ഇറങ്ങിയാലോ? ഇന്ന് തന്നെ പോണോ? ഇന്നല്ല, ഇപ്പൊ തന്നെ. എന്ത് പറ്റി ശിവാനി, ഡള്ളായ പോലെ? അത് 3 ദിവസം കഴിഞ്ഞു പോയതേ ഞാൻ അറിഞ്ഞില്ല. ഒരു 2 ദിവസം കൂടെ ഇവിടെ നിന്നാ നന്നായിരിക്കില്ലേ? ഇതൊക്കെ നീ തന്നെയാണോ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്? 3 ദിവസം എന്റെ കൂടെ ഇങ്ങനെ കഴിഞ്ഞിട്ടും വീണ്ടും നീ ഇങ്ങനൊക്കെ ചോദിക്കാണല്ലോ. ഇതുവരെ നിനക്കെന്നെ വിശ്വാസം വന്നിട്ടില്ല അല്ലേ? എനിക്ക് വിശ്വാസമായി. എന്നാലും ഞാൻ മനസ്സിൽ വിചാരിച്ചത് തന്നെ നീ ഇപ്പൊ എന്നോട് പറഞ്ഞുകൊണ്ടിരിക്കുക. കേട്ടിട്ട് വിശ്വാസം വരുന്നില്ല. ജീവിതം എത്ര വിചിത്രാണെന്ന് നോക്കി ശിവാനി. നമ്മുടെ കല്യാണത്തിന് ശേഷം നീ എന്നോട് ഇത്ര സ്നേഹത്തോടെ സംസാരിച്ചിട്ടേ ഇല്ല. ഡൈവേഴ്സ് പേപ്പറിൽ സൈൻ ചെയ്ത് കഴിഞ്ഞിട്ടാണ് ഇത്ര മാറ്റം. നമ്മള് ഡൈവേഴ്സ് പേപ്പറിൽ സൈൻ ചെയ്ത ശേഷം ഇത്രയ്ക്ക് ക്ലോസ് ആവുന്ന ഞാൻ അന്നേ അറിഞ്ഞിരുന്നെങ്കിലേ ആദ്യം ഡൈവേഴ്സ് പേപ്പറിൽ ഒപ്പിട്ടിട്ട് പിന്നെ കല്യാണം കഴിക്കായിരുന്നു. ശരി ശിവാനി, വാ പോയേക്കാം, ലേറ്റ് ആവുന്നു. നോക്ക്, ഇമ്മീഡിയറ്റ് ആയി നമ്മുടെ വീട് മുഴുവൻ ശുദ്ധിയാക്കണം. ശുദ്ധിയാക്കാനോ? അതെ, അത് കഴിഞ്ഞിട്ട് നിങ്ങൾ എല്ലാവരും കൂടെ നേരെ അമ്പലത്തിലേക്ക് വാ. ഒന്നിന് പിറകെ ഒന്നായിട്ട് ഇങ്ങനെ പറഞ്ഞോണ്ടിരിക്കുകയാണല്ലോ. അതെ, എന്താ കാര്യം? ഗരുഡപക്ഷി വീട്ടിലേക്ക് വന്നിരിക്കുന്ന അപശകുനമായതുകൊണ്ടാണ്. അതുകൊണ്ട് എന്ത് അനർത്ഥങ്ങൾ വേണമെങ്കിലും സംഭവിക്കാവുന്ന സ്വാമിജി പറഞ്ഞത്. ഇവന്റെ ഈശ്വര. നോക്ക്, വീട്ടിലുള്ള ഒരു ഫോട്ടോ പോലും വിടരുത്. എല്ലാം ശുദ്ധിയാക്കണം. വീടിന് ചുറ്റും പുണ്യാഹം തളിക്കണം. നിനക്ക് എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ അമ്മയോട് ചോദിക്കുക, അമ്മ എല്ലാം പറഞ്ഞുതരും. എല്ലാം ചെയ്തോളാന്നേ. വൃത്തിയാക്കിയിട്ട് നിങ്ങൾ നേരെ മലയിലുള്ള അമ്പലത്തിലേക്ക് വാ. ഞാനിവിടെ നേരെ അങ്ങോട്ട് വന്നേക്കാം. ഹലോ ഹലോ, എന്തു പറ്റി? എന്തിനാ ടെൻഷൻ അടിക്കുന്നേ? ആരാ വിളിച്ചിരുന്നേ? അദ്ദേഹമാ വിളിച്ചത്. ഗരുഡൻ വീട്ടിലേക്ക് വന്നത് അപശകുനമാണെന്ന്. അതുകൊണ്ട് വീടും പരിസരവും ശുദ്ധിയാക്കാനാ പറഞ്ഞത്. ദിഗ്വിജയൻ അങ്ങനെ പറയണമെങ്കിൽ അതിലെന്തെങ്കിലും ഒരു കാര്യം ഉണ്ടാവും. ഈ വീടിന്റെ ഗ്രഹനിലയെ ശരിയല്ല. ഇനിയിപ്പൊ എന്തെങ്കിലും വാസ്തുദോഷം ഉണ്ടാവോ? തൃശ്ശൂരിൽ ശിവാനിയാണെങ്കിൽ വീട്ടിലില്ല. ഈ സമയം ഇങ്ങനൊരു അപശകുനം ഉണ്ടാകുകയാണെന്ന് പറഞ്ഞ്. ദമയന്തി, അങ്ങനെയൊന്നും ഉണ്ടാവില്ല. നോക്ക്, വേണ്ടാത്തൊക്കെ ആലോചിച്ച് ആരോഗ്യം കളയുന്നതിനേക്കാൾ നല്ലത് ശുദ്ധിയാക്കേണ്ട കാര്യം നമുക്ക് എല്ലാവർക്കും കൂടി ചെയ്താ പോരെ. അപ്പോ ഭഗവാൻ സന്തോഷിച്ച് നമുക്കെല്ലാം നല്ലതേ വരുത്തൂ. വാ, ഞാൻ പറഞ്ഞതുപോലെ ചെയ്യേ. വന്നേ. ആദിശേഷന്റെയും നാഗറാണിയുടെയും മുഖച്ഛായ കണ്ടിട്ട് വരാമെന്ന് പറഞ്ഞു പോയതല്ലേ ചന്ദ്രഹാസൻ? തിരിച്ചു വന്നോ? ഇല്ല അച്ഛാ, ഇതുവരെയും വന്നിട്ടില്ല. എന്താണ് അവൻ ഇത്രയും വൈകിക്കുന്നത്? ആദിശേഷനും നാഗറാണിയും നമ്മുടെ ചുറ്റുവട്ടത്ത് തന്നെയുണ്ട്. നമ്മൾ ഇനിയും വൈകിച്ചാൽ അവർ നമ്മുടെ കയ്യിൽ നിന്നും രക്ഷപ്പെടാൻ സാധ്യത വളരെ കൂടുതലാണ്. ഇല്ല അച്ഛാ, ഇപ്രാവശ്യം അവൻ രക്ഷപ്പെട്ടു പോകാൻ ഒരു സാധ്യതയുമില്ല. അവൻ എവിടെ ഒളിച്ചിരുന്നാലും പാതാളക്കരണ്ടി പോലെ അവനെ ഉറപ്പായും ബന്ധിച്ചിരിക്കും. അങ്ങനെ നടക്കണമെങ്കിൽ അവർ രണ്ടുപേരും നമ്മുടെ കൺമുന്നിൽ വരണം. നമുക്കെതിരായിട്ട് വന്ന് നിൽക്കണം. എങ്ങോട്ടായി വരുന്നേ? ചേട്ടാ, ഞങ്ങൾ പുറപ്പെടാം. 2 ദിവസം താമസിക്കാൻ സൗകര്യം തന്നതിന് ഒരുപാട് നന്ദിയുണ്ട്. ഞാൻ എന്ത് ചെയ്തു? എല്ലാം ദൈവത്തിന്റെ കളിയല്ലേ. നല്ലത് വരട്ടെ, പോയിട്ട് വാ. എങ്ങോട്ടേക്ക് കയറി പോന്നേ? അല്ല, അവരോടും പോവാന്ന് പറഞ്ഞിട്ട് പോവാന്ന് വിചാരിച്ചിട്ടാ. അത് വേണ്ട, അവരൊക്കെ വലിയ ബിസിയില്ല. ഞാൻ പറഞ്ഞോളാം, നിങ്ങൾ പോവാൻ നോക്ക്.
പോന്നേ. തൃശൂൽ, എനിക്കെന്തോ അവരോടൊരു താങ്ക്സ് പോലും പറയാതെ പോയാ തെറ്റായി പോന്ന് തോന്നുക. എനിക്കും അത് തന്നെ തോന്നുന്നു ശിവാനി. എന്തായാലും അവർ കണ്ട് സംസാരിച്ചിട്ട് പോകും. ചന്ദ്രഹാസൻ വന്നാലുടൻ ഓരോരുത്തരും ഓരോ ദിക്കിലേക്ക് പോയി അവരെ അന്വേഷിക്കണം. അങ്ങനെ ആവട്ടെ അച്ഛ. നിങ്ങൾ ആ നാഗങ്ങളുടെ എല്ലാം അന്ത്യയാത്രയ്ക്ക് തയ്യാറായിക്കൊള്ളൂ വേഗം. ഇന്ന് നമ്മൾ ആ നാഗങ്ങളെ സംഹരിക്കാതെ വെറുതെ വിടുകയില്ല. അതെ അച്ഛാ, അവരുടെ അന്ത്യം ഇന്നുറപ്പാണ്. ഈ ദേഷ്യം ഇങ്ങനെ ഉണ്ടാവട്ടെ. ഇത്തവണ നമ്മുടെ ജയം ഉറപ്പാണ്. എന്തെങ്കിലും സഹായം വേണമായിരുന്നു? അയ്യോ, അതിനു വേണ്ടി വന്നതല്ല. താമസിക്കാൻ സ്ഥലം തന്നതിന് താങ്ക്സ് പറയാൻ വന്നതാ. ഒരുപാട് താങ്ക്സ് അമ്മേ. അത് സാരമില്ല, പോയിട്ട് വരൂ. നന്നാവട്ടെ. ദീർഘ സുമംഗലി ഭവ. സുവർണ, സുവർണ വരുന്നു. നിങ്ങൾ പോയിട്ട് വരൂ. ആരോടാ സംസാരിച്ചിരുന്നേ? ആരാവര്? അത് 2 ദിവസമായിട്ട് ഇവിടെ താമസിച്ചിട്ടുണ്ടായിരുന്നില്ലേ, അവരായിരുന്നു. യാത്ര പറയാൻ വേണ്ടി വന്നതാ. തെറ്റ് ചെയ്യുകയാണ് നീ. മനുഷ്യ സഹവാസം പാടില്ലെന്ന് പറഞ്ഞതല്ലേ ഞാൻ? മറന്നുപോയോ? ഞാൻ സംസാരിക്കേ ചെയ്തുള്ളൂ. കൂടുതൽ അടുപ്പമൊന്നുമില്ല. നിങ്ങൾ അതോർത്ത് പേടിക്കണ്ട. ചന്ദ്രഹാസ, പോയ കാര്യം എന്തായി? ആദിശേഷനെ നാഗറാണിയും കണ്ടോ? അവരുടെ മുഖച്ഛായ നിനക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞോ? പതിഞ്ഞിരിക്കുന്നു. അവരുടെ രണ്ടുപേരുടെ മുഖച്ഛായ എന്റെ കണ്ണിൽ പതിഞ്ഞിരിക്കുന്നു. അതെയോ? കാണിക്ക്. ആദിശേഷനും നാഗറാണിയും ആരാണെന്ന് എനിക്കറിയണം. ദീർഘ സുമംഗലി ഭവ.